ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഷ്റൂം മസാലയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 250 ഗ്രാം മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് വെള്ളത്തിലിട്ട് ഒരുപാട് പ്രാവശ്യം കഴുകല്ല. ഒരുപാട് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ ഈ കൂണിനകത്തോട്ട് പിന്നെയും വെള്ളം കയറും. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതുപോലെ അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിലും നമ്മൾ കറി വെച്ച് വരുമ്പോഴത്തേക്കിനും അധികം കാണത്തില്ല. നമുക്ക് 2 സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വേണം. അപ്പോൾ തേങ്ങാക്കൊത്തിട്ട് ഈ കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് പച്ചമുളകും സവോളയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനകത്തോട്ട് തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ സവോള വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പ് ചേർക്കണ്ട, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമല്ലോ. സവോള എല്ലാം വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും എല്ലാം യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തതല്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.